പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. ഉന്നതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ നല്ല ദിവസത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളിൽ പല ആളുകളും കണ്ടിട്ടില്ലാത്ത ഈ പ്രദേശത്ത് വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവം തന്ന മഹത്വകരമേറിയ ഭാഗ്യ നിമിഷങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇതിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. വന്നിട്ടുള്ള പ്രിയ കർത്താവേ, ദൈവദാസന്മാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ സഭയിലുള്ള എല്ലാ വിശ്വാസികളെയും പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ മഹത്വകരമേറിയ ആരാധനയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നിൽക്കുവേ. ജ്ഞാനകീർത്തനങ്ങളിൽ 52-ാമത്തെ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 52-ാമത്തെ പാട്ട്. ചെറു ശുശ്രൂഷാക്രമത്തിലെ ക്രിസ്മസ് ഗാന ശുശ്രൂഷാക്രമം നമുക്ക് ഉപയോഗിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനവും എന്ന് പാടിയ ദൂതഗണങ്ങളോട് ചേർന്ന് നമുക്കും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കാം. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിനായി കഷ്ടതയും അപമാനവും വേദനയും സഹിച്ച യോസഫിന്റെയും കന്യമറിയുടെയും അനുസരണത്തിനും സമർപ്പണത്തിനുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച സംഭവം കാണണം എന്ന് പറഞ്ഞ് ഉണ്ണിയേശുവിനെ കാണുവാൻ പുറപ്പെട്ട ആട്ടിടന്മാരുടെ വിശ്വാസം ഉൾക്കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പൊന്ന്, മൂര്, കുന്തിരിക്കം എന്നിവയുമായി യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ വിദ്വാൻമാരുടെ ആധ്യാത്മിക യാത്രയിൽ നമുക്കും പങ്കുചേരാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നീതിയുടെ രാജ്യം സ്ഥാപിക്കുവാൻ നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ക്രിസ്മസിന്റെ അർത്ഥവും വെല്ലുവിളിയും ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി നിന്റെ പുത്രനെ സന്തോഷത്തോടെ കൈക്കൊണ്ട് ഞങ്ങളുടെ ആയുസ്സിൻ നാളെല്ലാം നിന്നെ വിശ്വസ്തയോടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ കൃപയരുളണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആദരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഒരു അപേക്ഷയുടെയും പിന്നാലെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്ന് പ്രതിവാക്യമായി പറയണം. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്ന്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും എന്ന് അരുളി ചെയ്ത ദൈവമേ, സ്വയാഭിമാനികളും സ്വാർത്ഥമതികളുമായ മനുഷ്യവർഗത്തിനു വേണ്ടിയും മുഴു പ്രപഞ്ചത്തിന്റെയും വിമോചനത്തിനു വേണ്ടിയും മാറ്റിൻതൊഴുത്തിലേക്ക് ഇറങ്ങി വന്ന സർവ്വലോകത്തിന്റെ സൃഷ്ടാവായ പിതാവാം ദൈവമേ, പാപത്തിന്റെ ആഴത്തിൽ ആഴ്ന്നുപോയ മാനവജാതിയുടെ ഉദ്ധാരണത്തിനായി ബേത്ലഹേം മുതൽ ത്യാഗപൂർണമായ ക്രൂശിന്റെ മാർഗം സ്വീകരിച്ച ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ പുത്രനാം ദൈവമേ, സർവ സൃഷ്ടിയെയും പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മനോഹരമായ ദിവസം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളും ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകൾ കർത്താവെ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ ശുശ്രൂഷയിൽ വന്നിട്ടുള്ള കുറവുകൾ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കർത്താവിനോട് നമുക്ക് ക്ഷമ ചോദിക്കാം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെ ചെയ്ത എല്ലാ പാപങ്ങളും ഒരു നിമിഷം നമുക്ക് ഏറ്റുപറയാം. ദൈവമേ, തന്റെ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചപ്പോൾ ദൈവമക്കൾ എന്ന അവകാശം നമുക്ക് തന്നിരിക്കുന്നു. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും നമ്മുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ നാം വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ക്രിസ്മസിന്റെ ആഘോഷത്തിന് കൂടി വന്നിരിക്കുന്ന നാം ക്രിസ്തുമസിന്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തിപൂർണമായി ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പരിശോധിക്കുകയും വിനയപ്പെടുത്തുകയും ചെയ്യാം. ഒരു നിമിഷം മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയ്ക്കും പിന്നാലെ സ്നേഹവാനായ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രതിവാക്യമായി പറയാം. സ്നേഹവാനായ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ രക്ഷയുടെ സ്നേഹ സന്ദേശം പ്രാവർത്തികമാക്കാതെ ഭാഗ്യമായ പ്രകടനങ്ങൾ മാത്രം ഒതുങ്ങിപ്പോയ ഞങ്ങളുടെ സ്നേഹശൂന്യതയെ ക്രിസ്തുമസ് സർവ്വജനത്തിനുള്ള മഹാസന്തോഷമാണെന്ന് ഞങ്ങൾ അറിയുന്നുവെങ്കിലും ഈ സന്തോഷം മറ്റുള്ളവരുമായും വിശേഷ ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവരുമായും നീതിയും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവരുമായും പങ്കുവയ്ക്കുന്നതിനുള്ള ഞങ്ങളുടെ വീഴ്ചകളെ ദാസ്വരൂപമെടുത്ത് തന്നെ ഒഴിച്ച ദൈവത്തിന്റെ ക്രിസ്തുമസ് ഞങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ പരിത്യജിക്കുന്നതിനുള്ള മനസ്സും സ്വയം ശൂന്യമാക്കുന്നതിനുള്ള ഭാവവും നഷ്ടപ്പെടുത്തിയ ഞങ്ങളുടെ ബലഹീനതകളെ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുറവുകളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും ഏറ്റുചൊല്ലാം. സ്നേഹാർദ്രവാനായ ദൈവമേ, ശരി ഏതെന്നറിയാമെങ്കിലും തെറ്റിനെ പുണർന്നു ജീവിച്ചു പോകുന്ന ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. വചനം ജഡമായി തീർന്ന കർത്താവേ, നിന്നെ കാണേണ്ടതുപോലെ കാണാതെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ അന്ധതയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ ക്രിസ്തുമസ് ആരാധനയും ശുശ്രൂഷയും ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതും ക്രിസ്തുവേശുവിന്റെ ഭാവം സ്വന്തമാക്കുന്നതും
ക്രിസ്തുവിൽ വളരുന്നതുമായ അനുഭവമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ വിനയമായി അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവ സൃഷ്ടിക്കും രക്ഷാകരമായ ദൈവകൃപയാൽ ജഡം ധരിച്ച യേശുക്രിസ്തുവിൽ തന്നെ നിത്യതേജസ്സനായി നമ്മെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം നമ്മെ സ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കട്ടെ. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത യേശുവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷത്തിന്റെ സുദിനത്തിൽ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി കഴിക്കുന്ന അപേക്ഷകൾ നീ കൈക്കൊള്ളണമേ. ക്രിസ്മസിൽ കൂടി ലഭ്യമാകുന്ന പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ചാരങ്ങളായി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ തേടി വന്നതുപോലെ മുഴുപ്രപഞ്ചത്തിന്റെയും ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമെന്ന് യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കിരിക്കുവേ പാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ഒൻപതാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ കേൾക്കാം. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിൽ തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പിരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന് വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. 1-ാം പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. പ്രഭാതത്തിലേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ 2 വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങളെ 2-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നതും എന്ത്? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം. അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ,
വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചത് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപശകത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവർക്കെയും ഭാഗ്യവാന്മാർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഈ ആരാധനയിലേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും വിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കൾ ആയിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണങ്ങളിൽ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. ഇവിടെ വായിക്കാൻ നിശ്ചയിച്ചിരുന്ന ലേഖന വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസിൻ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ. വിശുദ്ധ ലൂക്കോസിൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയുള്ള വാക്യങ്ങളെ കേൾപ്പിൻ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസരുടെ രാജ്ഞ പുറപ്പെട്ടു. കുര്യനോസ് സുറിയനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലിലെ നസ്രേത്ത് പട്ടണം വിട്ടു. യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തിടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇങ്ങനെ സുവിശേഷ വേദഭാഗം വായിച്ച് കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തീയ ഗീതങ്ങളിൽ 41-ാമത്തെ പാട്ട്, 1-ാമത്തെയും ആദ്യത്തെ ചരണം മാത്രം നമുക്ക് ചേർന്ന് പാടാം. ഇപ്പൊ ഈ പാട്ടിന് ശേഷം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ ഈസ്റ്റ് കേരള മഹായിടവയുടെ മിഷൻ ഡയറക്ടർ ആയി നാളുകളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജോൺസൺ അച്ഛൻ നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. അതിനായി അച്ഛനെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഇപ്പോൾ നമുക്ക് 41-ാമത്തെ ഗീതം ചേർന്ന് പാടാം. മാട്ടിൻ തോഴത്തിൽ പിറന്നിന്നാൻ മഹത്വം നിറഞ്ഞ ജഗത്തിനാദേവൻ മാട്ടിൻ തോഴത്തിൽ പിറന്നിന്നാൻ ബേഥലേം പുരത്തിൽ സ്വന്ത ബേഥലേം പുരത്തിൽ
ത്യജിച്ചിട്ടോടമ്പും ധരിച്ചു നാട്ടിൻ തൊഴുത്തിൽ പിറന്നിനാൻ മഹത്വം നിറഞ്ഞ ജഗത്തിനദീപൻ മാട്ടിൻ തൊഴുത്തിൽ പിറന്നിനാൻ. പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നരുളി. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതി വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഒരു ശിശുവായി മനുഷ്യരൂപമെടുത്ത് കർത്താവെ ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണല്ലോ പല കുടുംബങ്ങളിൽ പല ദേശങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾക്ക് കർത്താവെ ഇത്രയും മനോഹരമായ ഈ പ്രദേശത്തേക്ക് കർത്താവെ നാളുകൾക്ക് മുമ്പ് കർത്താവെ സ്ഥാപിക്കപ്പെട്ട ഈ ദൈവാലയത്തിൻ്റെ ഉള്ളിൽ വന്ന് മിഷണറിമാരായ കുടുംബമായി ഞങ്ങൾക്ക് കർത്താവെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സഭയെയും വിശ്വസിനെയും ഞങ്ങളുടെ ദാസനെയും കുടുംബമായി അനുഗ്രഹിക്കണമേ. ഇവിടുത്തെ എല്ലാ സഭാമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ മിഷണറിമാരായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ ഇത് വലിയൊരു അവസരം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുക. കടന്നു വരുവാൻ കഴിയാതിരുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരെ കർത്താവ് അവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. വചനത്താൽ ഇന്ന് പോൽക്കാലം ഞങ്ങൾ നിറച്ച് അനുഗ്രഹിച്ച് കർത്താവ് മുഖത്തെടുക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നമ്മുടെ മഹാടവയുടെ മിഷണറി കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഈ വർഷം നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഈ പ്രദേശത്തേക്ക് വന്ന് ഇവിടെ നാളുകൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതായ ഈ സഭയിൽ വന്ന് ഇവിടുത്തെ ശുശ്രൂഷനോടും ഇവിടുത്തെ സഭാമക്കളോടും എല്ലാം ചേർന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യവും പദവിയും തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മഹായിടവക അതിലെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒന്നാമത്തേത് സുവിശേഷീകരണമാണ്. സുവിശേഷത്താൽ ജനിച്ച് സുവിശേഷത്തിൽ ജീവിച്ച് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മളോട് അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സുവിശേഷം ഉണ്ടെങ്കിൽ ആ സുവിശേഷം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ച യേശു ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 2025 വർഷത്തിലും മഹായിടവകയുടെ ആകെയുള്ളതായ ക്രിസ്മസ് പ്രോഗ്രാമുകളുടെ ഒരു ആരംഭം എന്ന നിലയിലാണ് വാസ്തവത്തിൽ നമുക്ക് ഇങ്ങനൊരു അവസരം ലഭിച്ചത്. കാരണം ഇന്ന് ഡിസംബർ മാസം 2-ാം തീയതി ആയിട്ടുള്ളൂ, അല്ലെ? ഈ 2-ാം തീയതി തന്നെ നമുക്ക് ഇങ്ങനൊരു അവസരം ഇവിടെ ലഭിച്ചു എന്നുള്ള ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതിന് നമുക്ക് അവസരം നൽകിയ നമ്മുടെ അഭിവന്യ റൈറ്റ് റവറൻഡ് PS ഫ്രാൻസിസ് തിരുമേനിയോട് നമ്മെന്നും കടപ്പാട് ഉള്ളവരാണ്. മഹായിടവക ഓഫീസേഴ്സ്, പ്രത്യേകിച്ച് ഈ ഇടവക വികാരിയായിട്ട് സേവനം ചെയ്യുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള രാജേഷ് കുഞ്ഞുമോൻ അച്ഛൻ, അതോടൊപ്പം തന്നെ വളരെ ത്യാഗോജ്വലമായ വളരെ മാതൃകാപരമായ ഒരു ശുശ്രൂഷയാണ് ബഹുമാനമുള്ള ജയ്മോൻ സാറിലൂടെ ഈ സഭയിലൂടെ പ്രത്യേകിച്ച് അദ്ദേഹത്തിലൂടെ മഹായിടവയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ നാളുകളിൽ നാം പലരും ഇവിടെ നടക്കുന്നതായ പ്രോഗ്രാമുകളെ കുറിച്ച് നമ്മുടെ വാട്സപ്പിലൂടെ മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ. എന്നാൽ ഈ സഭയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ്. എത്രയും മനോഹരമായ ഒരിടമാണ്. ധാരാളം ആളുകൾ ഇവിടെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് ശേഷിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ദൈവാലയം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ഇവിടെ ഒരു സഭയുണ്ടാകുവാൻ നാളുകൾക്ക് മുമ്പ് ഇവിടേക്ക് സുവിശേഷമായി കടന്നു വന്നവരെ, ഇവിടുത്തെ ശുശ്രൂഷകരെ, അവരെല്ലാവരെയും കുടുംബമായി ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഇവിടേക്ക് ഇറങ്ങി വന്ന്
ഈ പരിശുദ്ധവും പരിപാവനമായ ആലയത്തിൽ ഇപ്രകാരം ഒരുമിച്ച് കൂടാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. അതിന് നമുക്ക് അവസരം ഒരുക്കിയ ആള് എന്ന് പറയുന്നത് ഏറ്റവും സ്നേഹമുള്ള ജയമോൻ സാറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ജയമോനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 വർഷത്തോളമായി. അപ്പോൾ ജയമോൻ സാറിന് എത്ര വയസ്സുണ്ട്, എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം ചൂരക്കെട്ട് എന്ന് പറയുന്നതായ പ്രദേശത്താണ് ഞാൻ എൻ്റെ മിഷണറി പ്രവർത്തനം ആദ്യം ആരംഭിച്ചത്. അപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും കൈത്താങ്ങ് നൽകിയ ഒരു കുടുംബമാണ് ജയമോൻ സാറിൻ്റെ കുടുംബം, പപ്പ, മമ്മി, സഹോദരങ്ങളൊക്കെ. അതിനുശേഷം അദ്ദേഹം നമുക്കറിയാം പഠിച്ചു, ഡിഗ്രി എടുത്തു, കമ്പാഷന് സ്റ്റാഫായി. അതിനുശേഷം നമ്മുടെ മഹാഡവയിൽ ഓഡിറ്റർ വിങ്ങിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടിയുടെ ചുമതല ലഭിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഈ പ്രദേശം അദ്ദേഹത്തിന് നൽകിയത്. തീർച്ചയായും ഇവിടെ ഇത്രമാത്രം സ്ഥലവും ഇവിടെ ഒരു ദേവാലയവും ഇവിടെ മിഷൻ വീടും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ഇതിനുള്ള അവസരം നൽകിയ സാറുള്ള നന്ദി, സ്നേഹത്തെ ഞാൻ മിഷൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. ദൈവം അദ്ദേഹത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ സഭാമക്കൾ അവരെല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. ഡയറക്ടർ അച്ഛൻ നമുക്കറിയാം എല്ലാ മാസവും തിരുത്താണം കൊടുക്കുവാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. അച്ഛൻ്റെ ശുശ്രൂഷ ദൈവം മാനിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരു സങ്കടം എന്ന് പറയുന്നത് എൻ്റെ ഇടത്തും വലത്തും നിൽക്കേണ്ട, അല്ലെങ്കിൽ എന്താ പറയുക, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തും വലത്തും ഒക്കെ മാറി മാറി നിൽക്കേണ്ടതായ 2 അച്ഛന്മാർ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. ഒന്ന് നമ്മുടെ ജോസഫ് എബ്രഹാം അച്ഛനാണ്. അച്ഛനെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത, ക്ഷീണമൊക്കെ ഉണ്ടായിരുന്ന ദൈവത്തെ വലിയ കൃപയാൽ ഇന്നലെ ചെക്കപ്പിന് പോയി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ചും കൂടെ ഒന്ന് വിശ്രമിച്ചാൽ മതി എന്ന് പറയുണ്ടായി. പിന്നെ അച്ഛൻ പറഞ്ഞൊരു വാക്ക് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയട്ടെ. ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഇത്രയും പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ റിക്കവറി ഉണ്ടാവാനാണ് ഇടയായത് എന്ന് പറഞ്ഞു. തീർച്ചയായും നമുക്ക് ഇനിയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ റോയ് മോനച്ചൻ ശാരീരികമായ ചില ക്ഷീണങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാനായിട്ട് കഴിയാതിരുന്നത്. എങ്കിലും അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോടാണ്. നിങ്ങൾ ഇത്രയും പേര് വരുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തില്ല, വിശ്വസിച്ചില്ല. അപ്പോഴാണ് നിങ്ങൾ പറയും, അച്ഛാ വിശ്വസിക്കണം അല്ലേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അത് ചിലപ്പോൾ നിങ്ങൾ എന്നോടായിരിക്കും ഇപ്പോൾ പറയുന്നല്ലേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങൾ ഇത്രയും പേര് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഏതാനും ചില ആൾക്കാർ മാത്രമേ വരത്തില്ല എന്ന് പറഞ്ഞുള്ളൂ. അവർക്ക് അവരുടെ ഫാമിലിയിൽ ചില പ്രശ്നങ്ങൾ, ചിലരൊക്കെ ഒന്നുണ്ട് യാത്രയിലാണ്, ചിലരൊക്കെ രോഗികളാണ്, വരില്ല എന്ന് പറഞ്ഞു. അവരെ എന്തെങ്കിലും നിങ്ങൾ ഇത്രയും പേര് വന്നതിൽ വളരെ സന്തോഷം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 2025 ക്രിസ്മസുകളുടെ സന്ദേശമൊക്കെ പറയാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ആൾക്കാരാണ് അല്ലേ, പറയാനായിട്ട് ഒരുങ്ങുന്നു, ക്രിസ്മസ് സന്ദേശങ്ങൾ കേൾക്കാനായിട്ട് ഒരുങ്ങുന്നു. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ മഹാടവയുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരാരംഭം എന്ന നിലയിൽ നമ്മൾ ഈ മിഷണറി കുടുംബം നമ്മൾ ഈ ക്രിസ്മസ് കരോള് ഇന്ന് ഇവിടെ നടത്തുമ്പോൾ ചെറിയ ചില ചിന്തകൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം ആരെങ്കിലും വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ച് മതി. അവിടെ എഴുതിയിരിക്കുന്നു, കാലസമ്പൂർണത വന്നപ്പോ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു, അയച്ചു. കാലസമ്പൂർണത, ഫുൾനെസ് ടൈം ഹാസ് കം. കാലസമ്പൂർണത വന്നപ്പോഴാണ് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. കാലസമ്പൂർണത എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അർത്ഥമാക്കുന്നത് എപ്പോഴാണോ താൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക്, മനുഷ്യരക്ഷകനായി ഭൂമിയിലേക്ക് അവതരിക്കേണ്ടതെന്ന് തീരുമാനിച്ചതായ ദൈവം ന്യായപ്രമാണ പുസ്തകങ്ങളിലൂടെ, പ്രവാചക പുസ്തകങ്ങളിലൂടെ, സങ്കീർത്തനങ്ങളിലൂടെയൊക്കെ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നതായ, അരുളി ചെയ്തതായിട്ടുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണം അത്
നടപ്പിലായപ്പോൾ, അത് മുഴുവനും പൂർണ്ണമായപ്പോഴാണ് ദൈവം തന്റെ പുത്രനെ എന്ത് ചെയ്തത്? ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഇപ്പൊ നമുക്കറിയാം, പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനത്തിലും ഇപ്പൊ നമ്മൾ വായിച്ച 2-ാം സങ്കീർത്തനത്തിലും അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നിടത്ത് തുടങ്ങി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സന്ദേശങ്ങൾ ഇല്ലെങ്കിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു മീഖായും ഒക്കെ, അല്ലെ? അപ്പോ അവിടെയൊക്കെ നമുക്ക് സക്രിയാവിന്റെ പുസ്തകത്തിലൊക്കെ കാണുവാൻ കഴിയുന്നത് മെസ്സിഹായുടെ വരവാണ്. അപ്പോൾ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ പുത്രൻ ഈ ലോകത്ത് ജനിക്കുവാനായിട്ടുള്ള എല്ലാം അവൻ എന്ത് ചെയ്തു? ഒരുക്കി എന്നുള്ളതാണ്. എന്താണ്? ആരാ ഒരുക്കിയത്? ദൈവം ഒരുക്കി. അത് നമുക്ക് 4 വിധത്തിൽ ചിന്തിക്കാം. ഒന്ന്, കലസമ്പൂർണ്ണത എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ ഒരുക്കം. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് വായിച്ച ആ വേദഭാഗത്ത് നമ്മൾ വായിച്ചു, ലൂക്കോസ് 2-ാം അധ്യായം വായിച്ചപ്പോ ഔഗസ്തോസ് കൈസറുടെ, അല്ലെ? ഔഗസ്തോസ് കൈസറുടെ കാലഘട്ടം. അപ്പോൾ യേശു അത് രാഷ്ട്രീയമായ ഒരുക്കമാണ്. ആരുടെ കാലഘട്ടത്തിലാണ് യേശു എന്ത് ചെയ്യേണ്ടത്? ജനിക്കേണ്ടത്? ഔഗസ്തോസ് കൈസറുടെ കാലഘട്ടം. അപ്പൊ രാഷ്ട്രീയപരമായ ഒരുക്കം ദൈവം എന്ത് ചെയ്തു? ഒരുക്കി. രാഷ്ട്രീയപരമായ ഒരുക്കം. രണ്ടാമത്, മതപരമായിട്ടുള്ള ഒരുക്കം. മതപരമായ ഒരുക്കം എന്ന് പറയുന്നതാണ് അന്നത്തെ ആളുകൾ എന്നറിയാമോ? ചുങ്കം പിരിക്കുന്നവരുടെയും മറ്റും ഒക്കെ ഉള്ളതായ അവരുടെ ചൂഷണത്തിലുമൊക്കെ വളർന്ന് അല്ലെങ്കിൽ അങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് റോമ ഗവൺമെന്റിന്റെ അധീനതയിലായിരുന്നു അന്നത്തെ ലോകരാജ്യങ്ങളെല്ലാം, റോമ ഗവൺമെന്റ്. അപ്പോൾ ആ റോമ ഗവൺമെന്റിന്റെ കീഴിലുള്ള ചുങ്കം പിരിവും ഒക്കെ കൊണ്ട് ആളുകളെല്ലാം എന്ത് ചെയ്തു? വലിയ പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും നടുവിലായപ്പോഴാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിനെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ ജനനം ലോകത്ത് എന്ത് ചെയ്തത്? സംഭവിച്ചു. അപ്പൊ രാഷ്ട്രീയപരമായ, മതപരമായ, സാമൂഹികമായ എല്ലാ കാര്യങ്ങളും സംഭവിച്ചപ്പോഴാണ് ആരുടെ ജനനം സംഭവിച്ചത്? യേശുവിന്റെ ജനനം സംഭവിച്ചത്. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് ലോകത്ത് പല ആളുകളും യേശു ജനിച്ചിട്ടില്ല എന്നും യേശു ഒരു ചരിത്ര പുരുഷനല്ല എന്നും അല്ലെങ്കിൽ അതിനൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്, അല്ലെ? എതിർത്ത് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് അവർ പറയുന്നത് ഡിസംബർ മാസത്തിലല്ല യേശു എന്ത് ചെയ്തത്? ജനിച്ചത്. ഡിസംബർ 25-ാം തീയതി യേശുവിന്റെ ജനന ദിവസം അല്ല, അല്ലേ? അത് സത്യം തന്നെയാണ്. അത് സത്യം തന്നെയാണ്. ഡിസംബർ 25-ാം തീയതി അല്ല യേശു ജനിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്, യേശു ജനിച്ചു എന്നുള്ളത് എന്താണ്? സത്യമാണ്. യേശു ജനിച്ചു എന്നുള്ളത് സത്യമാണ്. ഇന്നത് ക്രിസ്താബ്ദ വർഷമാണ്, അല്ലെ? 2025 ഡിസംബർ മാസം 2-ാം തീയതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ശേഷം. ക്രിസ്തുവിന് ശേഷം. അപ്പോ ചരിത്രത്തെ 2ആയി വിഭാഗിച്ചുകൊണ്ട് എന്താണ്? ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പ് എന്നും, പിന്നെ ശേഷം അല്ലെങ്കിൽ അനോ ഡൊമിനി, ക്രിസ്തുവിന് ശേഷം മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കലണ്ടർ എന്ത് ചെയ്തു? രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ അവിടെ ക്രിസ്താബ്ദ വർഷമാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ദൈവം ആഗ്രഹിച്ച എല്ലാ വിധത്തിലും ലോകത്തിലുള്ള എല്ലാം എന്ത് ചെയ്തു? ഒരുക്കപ്പെട്ടപ്പോഴാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് എന്ത് ചെയ്തത്? അയച്ചത്. ക്രിസ്തുമസ് എന്ന വാക്കിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രൈസ്റ്റ് പ്ലസ് മാസ് എന്നാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ബലി എന്നാണ് അർത്ഥം. ക്രിസ്തുവിന്റെ ബലി. അതുകൊണ്ടാണ് ക്രിസ്തു ജനിച്ചപ്പോ പറഞ്ഞു, ഇവൻ എന്ത് പേരിടണം? യേശു എന്ന് പേരിടണം. എന്താ പേരിടാൻ കാരണം? മനുഷ്യരെ അവരെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ എന്തു പേരിടണം? യേശു എന്ന് പേരിടണം. രക്ഷിതാവ് എന്ന് എന്ത് ചെയ്യണം? പേരിടണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിന്റെ ജനനം കാലസമ്പൂർണ്ണ വന്നപ്പോൾ ലോകത്ത് സംഭവിച്ചു എങ്കിൽ ഇന്ന് 2025 വർഷത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ 2 ചിന്തകൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്മസ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ഇൻകാർണേഷൻ ഓഫ് ഗോഡ്. മലയാളത്തിൽ പറയാം, അതായത് ദൈവത്തിന്റെ ജഡാവതാരത്തിന്റെ ആഘോഷമാണ് എന്ത്? ക്രിസ്തുമസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദൈവത്തിന്റെ ജഡാവതാരം. ഇപ്പൊ നമ്മള് ഈ ജഡാവതാരം എന്ന് പറയുന്ന വാക്ക് ഇപ്പൊ ഉപയോഗിക്കാറില്ല അച്ഛാ. ശരീരം തിരിക്കുന്ന വാക്കാണ്. കാരണം ജഡം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ?
ജീവനില്ലാത്ത അവസ്ഥയാണ് അല്ലേ? പക്ഷെ നമ്മൾ നേരത്തെ അതിനെന്താണ് ഇൻകാർണേഷൻ വാക്ക് പറയുമ്പോൾ ജഡാവതാരം എന്നാണ്. പക്ഷെ അവിടെ നമുക്ക് ഞങ്ങളൊക്കെ സെമിനാരി പഠിച്ച സമയത്ത് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഇൻകാർണേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെമിനാരി പോകും പഠിക്കും, അവിടെ അതിന് പറയുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ കനാട്ടിക് എന്നാണ്. കനാട്ടിക് തിയറി എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ ദൈവം എന്തായി മാറുക? മനുഷ്യനായി തീരുക. അപ്പൊ ദൈവം ജഡം ധരിച്ചു, മനുഷ്യനായി ലോകത്തിലേക്ക് എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. അതായത് ഈ ക്രിസ്തുവിന്റെ ദുരുജന്മം നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ മനുഷ്യനായി പറന്ന ജഡം ധരിച്ച യേശുവിനെ നാം മഹത്വപ്പെടുത്തുമ്പോൾ സ്തുതിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. അതെന്താ അറിയാമോ? ദി പെയിൻ ഓഫ് ക്രിസ്മസ്. നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താ? ആഘോഷമാണ്. നമ്മൾ എന്തിനാ ജയമോ സാറേ ഇവിടെ വന്ന്? കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? വലിയ സന്തോഷിക്കാൻ അല്ലേ? പക്ഷെ നമുക്ക് ഈ സന്തോഷം ഉണ്ടായപ്പോ, നമുക്ക് ഈ സന്തോഷിക്കുമ്പോൾ അതിന്റെ പിന്നിലൊരു വേദനയുണ്ട്. അതിന് പറയുന്ന പേരാണ് ദി പെയിൻ ഓഫ് ക്രിസ്മസ്. ആരാണ് ആദ്യം ക്രിസ്തു ദൈവത്തെ അല്ലെ യേശുവിനെ ഈ ലോകത്തിലേക്ക് നൽകാനായിട്ട്, ഒരു മനുഷ്യപുത്രനെ ഈ ലോകത്തിലേക്ക് നൽകാനായിട്ട് ആദ്യത്തെ വേദന സഹിച്ച വ്യക്തി ആരാന്ന് പറയാമോ? എത്ര അറിയാം? ആരാ? മറിയല്ലേ? ഇതല്ലേ ചോദിക്കണല്ലേ? ആദ്യം വേദന അനുഭവിച്ചത് ആരാന്നറിയാമോ? ദൈവം തന്നെയാണ്. ദാറ്റ് ഇസ് എ പെയിൻ ഓഫ് ക്രിസ്മസ്. ദൈവം എങ്ങനെയാണ് വേദന സഹിച്ചത്? ദൈവം വേദന സഹിച്ചത് എങ്ങനെയാണെന്നറിയാമോ? മറിയയുടെ ഉദരത്തിൽ 9 അല്ലെ 10 മാസം എന്ത് ചെയ്തു? ഒതുങ്ങിയിരുന്നു. ദൈവം എന്ത് ചെയ്തു? സർവശക്തനായ സർവവ്യാപിയായ ദൈവം ഒരു മനുഷ്യനായി എന്ത് ചെയ്തു? ഒരു ശിശുവായി മറിയയുടെ ഉദരത്തിൽ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ഒതുങ്ങിയിരുന്നു. അപ്പൊ ഈ രക്ഷയെക്കുറിച്ച്, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവം നൽകിയ രക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന് പിന്നിൽ ദൈവം സഹിച്ച ഒരു വേദനയുണ്ട്. അത് നമ്മളൊരിക്കലും മറന്നു പോകരുത്. രണ്ടാമത്തെ, ഈ ക്രിസ്മസിനാണ് ഏറ്റവും കൂടുതൽ സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നത്. പിന്നെ വേദന അനുഭവിച്ച വ്യക്തിയാണ് ഇപ്പൊ ആര്? മറിയ അല്ലേ? പിന്നെ യോസേപ്പ് അല്ലേ? അന്നല്ലോ ഒക്കെ എന്ത് ചെയ്തവരാണ്? വേദന അനുഭവിച്ചവരാണ്. നമ്മൾ വേദനിക്കാതിരിക്കാൻ ദൈവം എന്ത് ചെയ്തു? വേദന ഏറ്റെടുത്തു. ദി പെയിൻ ഓഫ് ക്രിസ്മസ്. അപ്പം ഇൻകാർണേഷൻ ഓഫ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് മറ്റാർക്കുമില്ലാത്ത വലിയ ഒരു ഭാഗ്യമാണ് നമുക്കുള്ളത്, ക്രിസ്മസ് ആഘോഷിക്കുന്നവർ. അതായത് ഇതിന് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവർക്ക്. കാരണം അറിയാമോ? ഈ സർവശക്തനും സർവ്വവ്യാപിയുമായ അല്ലേ ഗോഡ് ഇസ് എ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നാണ്. അതായത് അന്തിമ യാഥാർത്ഥ്യമാണ് ആര്? ദൈവം. ദൈവം ആരാ? ദൈവം അന്തിമ യാഥാർത്ഥ്യമാണ്. ആരംഭവും അവസാനമില്ലാത്ത യാഥാർത്ഥ്യമാണ് ആര്? ദൈവം. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അന്തിമ യാഥാർത്ഥ്യം. പക്ഷെ നമ്മൾ കണ്ടു. ആരിൽ കണ്ടു? പറഞ്ഞേ, പിതാവിന്റെ മടിയിലിരിക്കുന്ന ശിശുവിലൂടെ. ആരെ കണ്ടു? ദൈവത്തെ കണ്ടു. അപ്പൊ ഒന്നാമത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുക. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ക്രിസ്മസ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഷെയറിങ് വിത്ത് പുവർ പീപ്പിൾ. ക്രിസ്തുമസ് എന്ന് പറയുന്നത് പങ്കിടലിന്റെ ആഘോഷമാണ്. ക്രിസ്തുമസ് പങ്കിടലിന്റെ ആഘോഷമാണ്. പക്ഷെ ഞാനൊരു വാക്കോട് ചേർത്ത് പറഞ്ഞു, വിത്ത് പുവർ പീപ്പിൾ അല്ലേ? പാവങ്ങളോട് ചേരുക, പാവങ്ങളോട് ചേരുക, പങ്കിടുക. ക്രിസ്മസിന് നമ്മൾ ഈ സന്തോഷമൊക്കെ അനുഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് പറയുക, ഞാൻ നിനക്ക് വേണ്ടി വേദന അനുഭവിച്ച് ഒരു ശിശുവായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ആ ക്രിസ്മസ് നീ ആഘോഷിക്കുമ്പോൾ ഓർക്കണം, ഈ ചുറ്റുപാടുകളിൽ വേദന അനുഭവിക്കുന്ന ധാരാളം ധാരാളം ആളുകളുണ്ട്. അവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ, പങ്കിടുവാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. ദരിദ്രന്മാരോട് ഐക്യദാർഢ്യപ്പെടുന്നതാണ് ഏറ്റവും വലിയ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്രോഗ്രാം വേറെ എവിടെയും വെച്ച് നടത്താമായിരുന്നല്ലേ? നമ്മൾ പതിവായ ചാടി സെന്ററിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് അറിയാമോ? ദരിദ്രന്മാരോടൊപ്പം ക്രിസ്മസിന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയാണ്. അതായിരിക്കണം നമ്മുടെ സന്തോഷം. നാം ക്രിസ്മസ് പാടി
ലോകത്തിലൂടെ ഇറങ്ങി പോകുമ്പോൾ തീർച്ചയായും നാം പങ്കിടേണ്ടത് ആരോടാ? ദരിദ്രന്മാരോടാണ്. ദരിദ്രന്മാരോട്, ഇല്ലായ്മയിലിരിക്കുന്നവരോട്, അവരോട് വേണ്ടി പങ്കിടുകയാണ് ചെയ്യേണ്ടത്. കർത്താവ് നമുക്ക് എല്ലാവർക്കും പങ്കിടുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വിലപ്പെട്ട വിലയേറിയമായ ഒരു സമ്മാനമാണ്. അതുപോലെയാണ് നമ്മൾ ക്രിസ്തുവിനെ മറ്റുള്ളവർക്കായിട്ട് എന്ത് ചെയ്യുക? പകർന്നു കൊടുക്കുക എന്നുള്ളത്, ഷെയർ ചെയ്യുക എന്നുള്ളത്. ഈ ക്രിസ്മസിലെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും ഒരു അച്ഛൻ ക്രിസ്മസ് പാടുവാനായിട്ട് ആൾക്കാരൊപ്പം പോയി. ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരമ്മച്ചി വീട്ടിൽ ചെന്നു. അവർക്ക് ഇരിക്കാൻ കൊടുക്കാനായിട്ട് കസേരയോ ഒന്നുമേ ഇല്ലായിരുന്നു. പഴയകാലമാണ്. ചാണകം മെഴുകിയ തറ മാത്രമേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ അച്ഛൻ ക്രിസ്മസ് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം കമ്മിറ്റിക്കാരുടെ പ്രശ്നം ആദ്യമായിട്ട് പറഞ്ഞു, അടുത്ത വർഷം ആ അമ്മച്ചിയുടെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ വീട് എങ്ങനെയുള്ള വീടായിരിക്കണം? നല്ല അടച്ചുറപ്പുള്ള ഒരു വീടായിരിക്കണം. ആ വീടിന് മുമ്പിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ക്രിസ്മസ് ആഘോഷിക്കുവാൻ. അത് പറഞ്ഞു. അവർ ഏറ്റെടുത്തു. അവർ 3-4 മാസങ്ങൾക്കുള്ളിൽ ആ അമ്മച്ചിയുടെ വീട് എന്ത് ചെയ്തു അറിയാമോ? പണിത് കൊടുത്തു. പിറ്റേ ക്രിസ്മസ് അവർ ആഘോഷിച്ചത് ആ നല്ല ഭവനത്തിലായിരുന്നു. പലപ്പോഴും നമ്മൾ ഇങ്ങോട്ട് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ല, നമ്മൾ ബഡ്ജറ്റ് ചെയ്യും അല്ലേ, ഈ വർഷം ഇത്ര രൂപ കിട്ടണം, ഇത്ര കിട്ടും അല്ലേ. പക്ഷെ അതിലൊരു വിഹിതം ഒരാൾക്ക് കൊടുക്കാൻ, ഒരു കേക്കിന്റെ ഒരു കഷ്ണമെങ്കിലും വേറെ വാങ്ങിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുമോ? ക്രിസ്മസ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ഫെലോഷിപ്പ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മയുടെ അനുഭവമാണ് എന്ത്? ക്രിസ്മസ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പ്രാർത്ഥന തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അല്ലെ, നമ്മൾ ഒക്കെ എവിടെ ജനിച്ചതാ, വളർന്നതാ അല്ലെ? നമ്മൾ ആരും കാണാത്ത ഇപ്പത്. ഞാൻ ആദ്യമായിട്ടോടെ വരുന്നത്. ആദ്യം കൈ കൊടുത്തി, ആദ്യം ഇവിടെ വരുന്നവരെ കൈ കൊടുത്തിക്ക് അല്ലെ? നമ്മളൊക്കെ ഇവിടെ ആദ്യം വരിക. പക്ഷെ നമ്മളൊക്കെ ദേശത്തിന്റെ എവിടെയൊക്കെയോ ജനിച്ചു വളർത്തപ്പെട്ട ആൾക്കാരാ. പക്ഷെ ഇവിടെ നമ്മളെ കൊണ്ടുവന്നത് നമുക്ക് വേണ്ടി എന്താ പറയുമോ, സ്വർഗത്തിന്റെ ഉന്നതി വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് ഒറ്റ ഒരാൾ കാരണമാണ് അല്ലേ? അതുകൊണ്ട് തീരുമാനം എടുക്കണം പ്രിയപ്പെട്ടവരെ. എന്താണെന്നറിയാമോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പൊ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ കർത്താവിന്റെ തിരുജനനം കൊണ്ടും ജീവിതം കൊണ്ടും പരിശുദ്ധവും പരിപാവനമായ എടുത്ത് അല്ലേ, ഇന്ന് എന്തില്ല? ശാന്തിയില്ല, ഉണ്ടോ? സമാധാനമില്ല. നാം ഇന്ന് ഇവിടെ ഇരുന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നൈജീരിയയിൽ എന്താണെന്നറിയാമോ, 100 കണക്കിന് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ കുഴിച്ചിടപ്പെട്ടുകൊണ്ട്. അതും എങ്ങനെയാ? ജീവനോടെ. അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഒന്നെങ്കിൽ നിങ്ങൾ യേശുവിനെ ഉപേക്ഷിപ്പാൻ തയ്യാറാകൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? മരിക്കാൻ തയ്യാറാകുക. അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ എന്ത് ചെയ്യത്തില്ല, ഉപേക്ഷിക്കത്തില്ല, ഞങ്ങൾ എന്ത് ചെയ്യുക? മരിക്കാൻ തയ്യാറാകുകയാണ്. നോക്കൂ, ഇന്ന് ഈ ലോകത്ത് 2025 ക്രിസ്മസ് ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ലോകം മുഴുവനും വേദനയിലാണ് പ്രിയപ്പെട്ടവരെ. വേദനിക്കുന്നവർ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വേദന മാറ്റാൻ, അവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആർക്കാണ്? നമുക്കാണ്, നമ്മുടെ മിഷണറി സഹോദരങ്ങൾക്കാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ, ക്രിസ്മസ് ഗാനങ്ങൾ, ഗാനസന്ധ്യകൾ, ക്രിസ്മസ് സന്ദേശങ്ങൾ എല്ലാം ഒരു ചടങ്ങായി അവസാനിക്കാതെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നതായി തീരുവാൻ, മറ്റുള്ളവർക്ക് നമ്മളെ തന്നെ പങ്കിടുന്നവരായി തീരാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ ക്രിസ്മസ് സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി വീണ്ടും ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഈ ക്രിസ്മസിൻ്റെ വലിയ സന്തോഷം അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തിനായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ ദാസരായി ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, തിരുവചനത്തിൽ നിന്ന് മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനൊക്കെ കർത്താവ് ഞങ്ങളെ അനുവദിച്ചതോർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, തിരിച്ച് കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്മസ് കർത്താവെ, ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ വലിയ സന്തോഷം കർത്താവെ അത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ
കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളൊന്ന് കേട്ടതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും, പാവപ്പെട്ടവരെ കർത്താവെ കരുതുന്ന സ്നേഹിക്കുന്ന ക്രിസ്മസ് ആയി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വലിയ കൃപയാൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണം. അച്ഛനെ സംസാരിക്കുവാൻ അച്ഛനെയും കർത്താവ് ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. അല്പസമയം കൂടെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കട്ടെ. ഞങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. യേശുവിൻ നാമത്തെ പ്രാർത്ഥിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം നല്ല പിതാവേ. നമ്മുടെ ആരാധന ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്രിസ്മസ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ജയമൻ സാറെ